നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. പാർട്സ് ഓഫ് സ്പീച്ചിലെ അഡ്വേർബ്സിനെ കുറിച്ചാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. ഇനി അഡ്വേർബ്സ് ഓഫ് ടൈം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഡ്വേർബ്സ് ഓഫ് മാനർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അഡ്വേർബ്സ് ഓഫ് ടൈമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് അഡ്വേർബ് ഓഫ് ടൈം എന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. എന്താണ്, വാട്ട് ഈസ് ആൻ അഡ്വേർബ് ഓഫ് ടൈം? An adverb of time, as the name suggests, can be used in a sentence to depict when an action mentioned in the sentence is taking place. It can be identified by asking the question when. ഒരു adverb of time എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ എപ്പോൾ നടന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് adverb of time. അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ അത് പഠിക്കാം. എപ്പോഴാണ്, ഏതൊരു സമയത്താണ്, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏതൊരു സമയത്താണ് ഒരു പ്രവൃത്തി നടന്നത്, അതിനാണ് അഡ്വേർബ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രവൃത്തിയുടെ കൂടെ ഈ ടൈമും കൂടെ ഒന്നിച്ചു വരും. അതാണ് അഡ്വേർബ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ. നമുക്കാദ്യം എന്താണ് അഡ്വേർബ് എന്ന് നോക്കാം. അഡ്വേർബിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം ക്രിയാവിശേഷണം എന്നാണ്. പദാർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ക്രിയയെ വിശേഷിപ്പിക്കുന്ന പദത്തിനാണ് അഡ്വേർബ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പതുക്കെ നടന്നു എന്ന് പറഞ്ഞു. നടന്നു എന്നുള്ളതിന് വിശേഷണമാണ് പതുക്കെ എന്നുള്ളത്. വേഗത്തിൽ ഡ്രൈവ് ചെയ്തു, ധൃതിയിൽ ഓടി എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രവൃത്തിക്ക് വിശേഷണം നൽകുന്നുണ്ട്. ഓടി എന്നതിന് വിശേഷണം നൽകുന്നു ധൃതിയിൽ, നടന്നു എന്നുള്ളതിന് വിശേഷണം നൽകുന്നുണ്ട് പതുക്കെ. ഈ ക്രിയകൾക്ക് വിശേഷണം നൽകുന്ന പദത്തെയാണ് അഡ്വേർബ് എന്ന് പറയുന്നത്. ഇനി അഡ്വേർബ്സ് ഓഫ് ടൈമിൻ്റെ മറ്റുദാഹരണങ്ങൾ നോക്കാം. അർത്ഥസഹിതം നമുക്ക് പഠിക്കാം. സൂൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, മന്ത്ലി മാസത്തിൽ, അതുപോലെ ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 3 മാസത്തിലൊരിക്കൽ, അതുപോലെ കാൽ പങ്കുള്ള, കാൽ വർഷത്തിൽ എന്നൊക്കെ പറയും. അതുപോലെ ടുഡേ ഇന്ന്, റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഈ ഡേ ആയിട്ട്, കുറേ കാലമായിട്ട്, അടുത്ത കാലത്ത് എന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെ ഡെയിലി ദിവസവും, ഇയർലി വർഷത്തിൽ, ടുമോറോ നാളെ, അതുപോലെ ഡേ ബിഫോർ യെസ്റ്റർഡേക്ക് മുമ്പുള്ള ദിവസം, അതായത് മിനിഞ്ഞാന്ന് എന്ന് പറയും. നൗ ഇപ്പോൾ, വീക്ക്ലി ആഴ്ചയിൽ, ആനുവലി വർഷത്തിൽ, യെസ്റ്റർഡേ ഇന്ന്, ഡേ ആഫ്റ്റർ ടുമോറോ മറ്റന്നാൾ എന്നുള്ളതിന് ഡേ ആഫ്റ്റർ ടുമോറോ അല്ലെങ്കിൽ ഓവർ മോറോ എന്നും പറയും. ഓവർ മോറോ, OVER MORROW. അതുപോലെ ഓഫൺ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ, പല പ്രാവശ്യം എന്നൊക്കെ അർത്ഥം. ഇനി ദെൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ, ഉടനെ, അപ്പോൾ, പിന്നീട് എന്നൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ മൊമെൻ്ററിലി എന്ന് പറഞ്ഞാൽ അനുനിമിഷം എന്ന് പറയും. അതുപോലെ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന്, ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം, അവസാന മാസം എന്നല്ല, കഴിഞ്ഞ മാസം. ഓൾവേസ് എപ്പോഴും, എല്ലാ സമയത്തും എന്നർത്ഥം. അതുപോലെ റയർലി എന്ന് പറഞ്ഞാൽ അപൂർവമായി, വിരളമായി എന്നൊക്കെ അർത്ഥം. ലേറ്റർ പിന്നീട്. അതുപോലെ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച, കറൻ്റ്ലി ഇപ്പോൾ, എവ്രി ഡേ ഓരോ ദിവസവും, ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം, ഏർലിയർ നേരത്തെ. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ടാസ്ക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. 10 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്വേർബ്സ് ഓഫ് ടൈം നിങ്ങളിവിടെ കൊടുക്കുക. ഞാനൊന്ന് വായിക്കാം. ഓൾവേസ്, മന്ത്ലി, ഇമ്മീഡിയറ്റ്ലി, ഏർലിയർ, ടുമോറോ, ലാസ്റ്റ് വീക്ക്, ടുഡേ, നെക്സ്റ്റ് വീക്ക്, ടുനൈറ്റ്, യെസ്റ്റർഡേ. ഇതൊക്കെയാണ് ഇവിടുത്തെ അഡ്വേർബ്സ് ഓഫ് ടൈം. ഇനി ഓരോ സെൻറ്റൻസുകളും വായിക്കാം. വിൽ യു ബി ആബിൾ ടു ഫൈനലൈസ് ദി ഡയലോഗ്സ് ഫോർ ദി പ്ലേ ബൈ ഡാഷ് ഡാഷ് വി ആർ സെലിബ്രേറ്റിംഗ് ദ ഗ്രാൻഡ് സക്സസ് ഓഫ് ദി കമ്പനി ഡാഷ് all alerted the authorities that the street lights were not working in our area. Did you go to school dash I will be visiting my grandmother dash the teacher asked the students to fill in the consent forms dash my friends make sure to meet up dash Ashish stayed at home dash Adul dash has blueberry cheesecake from Glenn's Bakehouse
ഡാഷ് ദ ഡോക്ടേഴ്സ് വെർ ഫോൺ റഷിംഗ് ടു ദി ഓപ്പറേഷൻ തിയേറ്റർ. ഇതിൻ്റെ ഉത്തരം അടുത്ത സെഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. ഇത് ചെയ്തതിന് ശേഷം മാത്രം നോക്കുക. ഓക്കെ, താങ്ക് യു.